ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിനും, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. വിചാരപ്പെടുന്ന അനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ധാരാളം വിഷയങ്ങൾ ഓർത്ത് മനോവ്യഥയോട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ഇന്നുവരെയും നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. ഇന്നുവരെയും കരുതിയ ദൈവം ഇനിയും കരുതുവാൻ ശക്തനാണ്. ഇന്നുവരെയും ആരോഗ്യം നൽകിയ ദൈവം ഇനിയും ആരോഗ്യം നൽകി പരിപാലിപ്പാൻ ശക്തനാണ്. ആ ഒരു വിശ്വാസത്തിൽ വിചാരപ്പെടാതെ ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് സമർപ്പിതമായ ജീവിതം നയിക്കണം എന്ന് ഫിലിപ്പിയർക്ക് ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ 100 മില്യൺ ആളുകൾക്ക് സ്വന്തമായി ഭവനമില്ല. ഭാരതത്തിൽ 70 മില്യൺ ആളുകൾ സ്വന്തമായി ഭവനമില്ലാതെ വാടക ഭവനങ്ങളിൽ ജീവിക്കുന്നു. 44 മില്യൺ കുട്ടികൾ വീടില്ലാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമുക്കെല്ലാം ഉറങ്ങുവാൻ ദൈവം മനോഹരമായ ഭവനങ്ങൾ നൽകിയിരിക്കുന്നു. കഴിക്കുവാൻ ധാരാളം ആഹാരം നൽകിയിരിക്കുന്നു. ധരിക്കുവാൻ വസ്ത്രം, ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നാം നൽകി തമ്പുരാൻ നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നു. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും, ടെൻഷൻ കൂടുവാനിടയായിത്തീരും. അതുകൊണ്ട് അങ്ങ് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഓർമ്മിക്കാതിരിക്കൂ. ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ സ്വയം പരിഹരിപ്പാൻ ശ്രമിക്കാതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങ് അത് പരിഹരിച്ചു നൽകണമേ. എൻ്റെ ജീവിതത്തിൽ പല രോഗങ്ങൾ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ പല ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതെനിക്ക് സ്വയം പരിഹരിപ്പാൻ കഴിയത്തില്ല. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം എൻ്റെ മുമ്പിൽ നോ എന്ന് പറയുന്നുണ്ടായിരിക്കാം, അസാധ്യം എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഭാരപ്പെടണ്ട, ഒന്നിനെയും കുറിച്ച് ഭാരപ്പെടരുതേ, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കണം. കർത്താവേ, ഇന്നുവരെ നീ നടത്തിയതിനായി സ്തോത്രം. ഇനിയും നടത്തുവാൻ അങ്ങ് സർവശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവങ്ങളിൽ സമർപ്പിച്ചു നോക്കൂ, സമാധാനത്തോടെ ജീവിപ്പാനായിട്ട് സാധിക്കും. അതേ ദൈവമക്കളെ, ഈ ദൈവം നമ്മെ ഈ ലോക ജീവിതത്തിൽ സമാധാനം ജീവിപ്പാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കണം. പല ആളുകളും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ അനേകം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ല. തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച 100 കണക്കിന് വിഷയങ്ങൾക്ക് ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയില്ലേ ദൈവമക്കളെ? കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് എന്താ ചോദിച്ചത്? ഇന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, നാം അതെല്ലാം മറന്നുപോയി. പക്ഷെ ദൈവത്തിന് ഓർമ്മക്കുറവ് ഒന്നുമില്ല. ഒരുപക്ഷെ നാം ചോദിച്ചതെല്ലാം ദൈവം അങ്ങനെ തന്നെ തന്നിരുന്നുവെങ്കിൽ നമ്മിൽ പലരും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് തമ്പുരാൻ ഇന്നറിയാം, പക്ഷെ നമുക്കത് അറിയത്തില്ല. നാം ചോദിക്കുന്ന പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെ പിടിവാശി കാണിക്കുകയാണ്. കർത്താവേ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകിയേ തീരൂ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ചില അമ്മച്ചിമാരുടെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റായ പ്രാർത്ഥനയാണ്. നമുക്ക് ചോദിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമുക്ക് ദൈവത്തോട് കരയാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനത്തെ സെന്റൻസ്, കർത്താവേ, ഞാൻ ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചു കഴിഞ്ഞു, ഇനി അങ്ങയുടെ ഹിതം എന്താണ്? അങ്ങയുടെ ഇഷ്ടം എന്താണ്? അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമേ. ഭക്തനായ പാട്ടുകാരൻ പറയുന്നു, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ, നിന്റെ ഹിതം
പോലെ എന്നീ നിത്യം നാട് തേടേണമേ. പാട്ടുകാരൻ പറയുന്നു, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. നാം പലപ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുന്നത്, കർത്താവേ ഞാൻ ചോദിക്കുന്നത് അതുപോലെ നൽകണമേ എന്നാണ്. ഒരുപക്ഷെ അത് അങ്ങനെ പൂർണ്ണമായും ശരിയായ പ്രാർത്ഥനയാണ് എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. കർത്താവേ ഞാൻ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു കഴിഞ്ഞു, അതിന്മേലുള്ള അങ്ങയുടെ ഹിതം നിറവേറ്റണമേ എന്ന് ആണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു, ഒന്നിനെയും കുറിച്ച് ഭാരപ്പെടരുത്, ഒന്നിനെയും കുറിച്ച് ഭാരപ്പെടരുത് ദൈവമക്കളെ. നടത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു, കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. തീർച്ചയായും നമ്മെ കൈവിടാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം വാസ്തവമായും ഇന്നും ജീവിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ചില പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിച്ച് ആമേൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിന്റെ ഉത്തരം നമുക്ക് ലഭിച്ചേക്കാം. ചില പ്രാർത്ഥനകൾക്ക് ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ഉത്തരം അനുകൂലമായി ലഭിച്ചേക്കാം. ചില പ്രാർത്ഥനകൾക്ക് നോ എന്നായിരിക്കും ഉത്തരം. 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾക്ക് ഇന്നുവരെയും ദൈവം മറുപടി നൽകിയിട്ടില്ല. എന്നാൽ ഞാൻ ചോദിച്ച എത്രയോ വിഷയങ്ങൾക്ക്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച 100 കണക്കിന് വിഷയങ്ങൾക്ക് വേഗത്തിൽ തമ്പുരാൻ ഉത്തരം നൽകി അനേകരെ സഹായിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതേ ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾ മറുപടി ലഭിച്ചില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തിക്കളയരുതേ. കഴിഞ്ഞ 10 വർഷമായി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതുവരെയും ജോലി കാണുന്നില്ല എന്ന് ചിന്തിച്ച് ആ വിഷയത്തിന്റെ പ്രാർത്ഥന നിർത്തരുതേ. മറുപടി ലഭിക്കുവോളം പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ കടമ. അതേ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. മടുത്തു പോകരുത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സൂര്യൻ അതിശക്തമായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിശക്തമായ ചൂട് ഉള്ള ഒരു കാലഘട്ടം. സൂര്യന്റെ രശ്മികൾ അതിശക്തമായി സമുദ്രത്തിലും ആറുകളിലും തോടുകളിലും നദികളിലുമൊക്കെ വന്ന് പതിക്കുകയാണ്. ശക്തമായ സൂര്യന്റെ കിരണം പതിക്കുമ്പോൾ ഭൂമിയിലെ ജലാശയങ്ങളിലെ ജലം നീരാവിയായി അത് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. ആകാശത്തിൽ നീരാവിയായി കാർമേഘമായി തീരുന്ന ഈ നീരാവി തൊട്ടടുത്ത ദിവസം മഴയായി ഭൂമിയിലേക്ക് വരാറില്ല. അതിന്റെ കാലസമ്പൂർണതയിൽ, അതിന് നിശ്ചയിക്കപ്പെട്ട നാളുകളിൽ ദൈവം ഭൂമിയിലേക്ക് എന്നാണോ മഴയെ അയക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ നാളുകളിൽ ശുദ്ധമായ ജലമായി, നല്ല തണുത്ത ജലമായി, നല്ല മഴയായി അത് ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. അതാണ് മഴക്കാലഘട്ടം. അതേ, ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നിരുന്ന നീരാവി വേഗത്തിൽ അന്ന് തന്നെ മഴയായി ലഭിക്കാത്തതുപോലെ നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് ദൈവം ഉത്തരം നൽകി നമ്മെ സഹായിക്കും. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമേ. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കഴിയുന്ന കാലഘട്ടം അത്രയും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണമേ. അതേ, എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഇരുന്ന് പ്രാർത്ഥിച്ചാലും, കിടന്നു പ്രാർത്ഥിച്ചാലും, നിന്ന് പ്രാർത്ഥിച്ചാലും ഒക്കെ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും ദൈവത്തോട് ഏറ്റവും ബഹുമാനം കാണിക്കാൻ കഴിയുന്നത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ്. കൈകാലുകൾ കാലുമുട്ട് മടങ്ങുമെങ്കിൽ മുഴങ്കാൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തോടുള്ള ഭക്തിയെ, ദൈവത്തോടുള്ള ഭയത്തെ, ദൈവത്തോടുള്ള ബഹുമാനത്തെ അത് വെളിപ്പെടുത്തുന്നതിന്റെ ഒരു മകുട ഉദാഹരണമാണ്. ഞാൻ ദൈവാലയങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവാലയങ്ങളിലൂടെ ഞാൻ മുട്ടുമടക്കി തന്നെ പ്രാർത്ഥിക്കും. കാരണം ഞാൻ ഇരിക്കുന്ന ദൈവാലയം അത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ്.
അത് ദൈവം വസിക്കുന്ന ഇടമാണ്, ദൈവത്തിന്റെ സാമീപ്യമുള്ള ഇടമാണ്. അവിടെ ഒരു സാധാരണക്കാരനായ ഞാൻ, ഒരു സാധാരണ മനുഷ്യരായ ഞാൻ, എനിക്ക് ജീവൻ നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുക, അത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അതേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ദൈവം എന്തുമാത്രം അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കടന്നുപോയി. 33 വയസ്സ് പ്രായമുള്ള ആ സഹോദരി, ഞാൻ ആദ്യമായി അവരുടെ ഭവനത്തെത്തുമ്പോൾ അവർ ക്യാൻസർ ബാധിച്ച് കിടക്കയിലായിരിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അവര് വൈദ്യശാസ്ത്രം കൈവിട്ടിരിക്കുകയാണ്. മരണത്തെ മുഖാമുഖമായി കണ്ട ആ സഹോദരി 7 വർഷങ്ങൾക്ക് ശേഷം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ഭവനത്തിൽ പോയി അവരെ കാണുമ്പോൾ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ആർസിസിൽ പോയി എൻ്റെ ബോഡി മുഴുവൻ ചെക്കപ്പ് ചെയ്തു. ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും എൻ്റെ ശരീരത്തിലില്ല. എനിക്ക് ക്യാൻസറിൽ നിന്ന് യേശു പൂർണ്ണമായി സൗഖ്യം നൽകി എന്ന സാക്ഷ്യം ആ സഹോദരി പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. നമ്മൾ പലരുടെയും അനുഭവം അതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ഒരു ജീവിത അനുഭവമായിരുന്നു അതികാലത്തെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. 30-ാമത്തെ വയസ്സ് തൊട്ട് 33.5 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ പരസ്യ ജീവിതം നാം പഠിക്കുമ്പോൾ പ്രാർത്ഥനാമയമായിരുന്നു യേശുവിൻ്റെ ജീവിതം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ്, ഏത് ഗിരിപ്രഭാഷണങ്ങൾ പറയുന്നതിന് മുമ്പ്, ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒക്കെ യേശു പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ മരണം വരെയുള്ള ആ 33.5 തിരുവയസ്സും പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അരുമനാഥൻ കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും തന്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തം ഭൂമിയിലേക്ക് ഒഴുകുമ്പോഴും യേശുവിന്റെ വായിൽ നിന്ന് 7 പ്രാർത്ഥനാസുരങ്ങൾ ലോകത്തിലേക്ക് ഉയരുവാനായിട്ട് ഇടയായി തീർന്നു. സാധാരണയായി ക്രൂശ് മരണം എന്ന് പറയുന്നത് അതീവ വേദനയുള്ള മരണമാണ്. ക്രൂശ് മരണം എന്ന് പറയുന്നത് അതീവ അപമാനമുള്ള മരണമാണ്. ക്രൂശ് മരണം എന്ന് പറയുന്നത് അതീവ നിന്ദയുള്ള ഒരു മരണമാണ്. ക്രൂശിൽ മരിക്കുന്ന ആളുകൾ സാധാരണയായി സ്വയം ശപിക്കുകയും മറ്റുള്ളവരുടെ മേൽ ശാപവാക്കുകൾ പൊഴിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളിലും ക്രൂശ് മരണം നൽകാറുണ്ട്. ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ കാലഘട്ടത്തിലും ക്രൂശ് മരണം നടക്കുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ വായിൽ നിന്ന് താൻ ക്രൂശിൽ കിടക്കുമ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ലോകക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. യേശു കാൽവരി ക്രൂശിൽ ആയിരിക്കുന്ന സമയം പറഞ്ഞ മൊഴികളെല്ലാം ലോകത്തിനു വേണ്ടിയുള്ള യേശുവിന്റെ പ്രാർത്ഥനകളായിരുന്നു എന്ന് പരിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അതിരാവിലെയുള്ള പ്രാർത്ഥന ദൈവമക്കൾ, ദൈവഭക്തന്മാർ അർദ്ധരാത്രികളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിരാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകളെ എനിക്കറിയാം. അതേ, ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിപ്പാൻ ലഭിക്കുന്ന അപൂർവമായ അനുഭവങ്ങളാണ്, അവസരങ്ങളാണ് അത്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് പോയി. പക്ഷികളുടെ ശബ്ദം കേൾക്കാനില്ലാത്ത, ഇഴജന്തുക്കളുടെ ശല്യമില്ലാത്ത, മൃഗങ്ങളുടെ ശല്യമില്ലാത്ത, അതിരാവിലെ പക്ഷികൾ ഉണർന്ന് പാട്ടുകൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ യേശു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഭക്തന്മാരായ ദൈവ മക്കളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അനേകം ഭക്തന്മാർ
പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകം അവരുടെ ജീവചരിത്രങ്ങളും പഠിപ്പിക്കുന്നു. ഭക്തനായ വില്യം കേറിയെ കുറിച്ച് ചരിത്രം പറയുന്നത്, ആ ദൈവഭക്തൻ ഒരു ദിവസം 18 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 18 മണിക്കൂർ എന്താ പ്രാർത്ഥിപ്പാനുള്ളത്? അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത്, വില്യം കേറി ആദ്യം ഒരു 10 മിനിറ്റ് ദൈവത്തോട് പറയുവാനുള്ള കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 17 മണിക്കൂർ 50 മിനിറ്റ് എന്താണോ ദൈവം പറയാനായിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് മറുപടി സ്വീകരിക്കുമായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നാം പെട്ടെന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ആമീൻ പറയുകയാണ്. സാധാരണ ദൈവം എന്തു പറയുന്നെന്ന് കേൾക്കുവാൻ നമുക്ക് സമയമില്ല. ദൈവത്തിൽ നിന്ന് മറുപടി സ്വീകരിപ്പാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ സാധാരണ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ വില്യം കേറിയെ കുറിച്ച് പറയുന്നത് 18 മണിക്കൂറിൽ 17 മണിക്കൂർ 50 മിനിറ്റും ദൈവം എന്തു മറുപടി പറയുന്നു, ദൈവം എന്താണ് കൽപ്പിക്കുന്നത്, ദൈവത്തിന്റെ ഹിതമെന്താണ്, എന്റെ ജീവിതത്തെ കുറിച്ച്, എന്റെ ജീവിത പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്, അത് കേൾക്കുവാനായിട്ട് ഭക്തനായ വില്യം കേറി ജീവിതത്തിൽ സമയം കണ്ടെത്തിയിരുന്നു. അതേ ദൈവമക്കളെ, ഈ ദൈവത്തിൽ നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ ദൈവത്തിന് പലതും നമ്മോട് പറയുവാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കുവാനായിട്ട് മനസ്സില്ല. തിരക്കുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാവരും തിരക്കിലാണ്. ആർക്കും ഒന്നിനും സമയമില്ല എന്നാണ് പറയാറുള്ളത്. അതേ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുവാൻ സമയമുണ്ടോ? ഒരുപക്ഷെ നമ്മൾ പലരും ദശാംശം മാറ്റിവെച്ച് ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരാണ്. നല്ല കാര്യം, ദൈവിക കൽപ്പന അതാണ്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ ആധുനിക തലമുറയിൽ നമ്മുടെ സമയമാണ് ദൈവത്തിന് ആവശ്യം. ഒരു ദിവസം 24 മണിക്കൂർ ജീവിപ്പാനായിട്ട് ദൈവം നമുക്ക് സൗജന്യമായി സമയം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ദാനമാണ്. എത്രയോ ആളുകൾ യാത്രയിലായിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിക്കുന്നു. എത്രയോ ആളുകൾ ഓഫീസിലിരിക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീണു മരിക്കുന്നു. ചിലർ ഫ്ലൈറ്റ് യാത്രയിലായിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റ് യാത്ര അവസാനിക്കുന്ന മുമ്പ് ഈ ലോകത്തോട് യാത്ര പറയുന്നു. ഒരു ദിവസം കൂടെ കാണുക എന്ന് പറയുന്നത്, ഒരു ദിവസം കൂടെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത്, അത് തമ്പുരാന്റെ കാരുണ്യമാണ്, തമ്പുരാന്റെ ദയയാണ്. ദൈവമക്കളെ, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഓർക്കാറുണ്ടോ? അതേ, 24 മണിക്കൂർ ഒരു ദിവസം നാം ജീവിക്കുമ്പോൾ അതിൽ 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവത്തിനുള്ളതാണ്. മാറ്റിവെക്കുവാൻ കഴിയുമോ? ദശാംശ സമയം മാറ്റിവെച്ച് ദൈവത്തിനു വേണ്ടി, ദൈവ നാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ. ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ സമയമില്ല എന്ന് ഒരിക്കലും പറയരുതേ. പള്ളിയിൽ പോകുവാൻ സമയമില്ല, ദൈവവചനം വായിക്കുവാൻ സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, കൂട്ടായ്മകളിൽ പോകുവാൻ സമയമില്ല, കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ സമയമില്ല. നോ, ഒരിക്കലും അത് പറയരുതേ. കാരണം 24 മണിക്കൂറിൽ ഒരു ദിവസം 2 മണിക്കൂർ 40 മിനിറ്റ് അത് ദൈവത്തിനുള്ള സമയമാണ്. ദൈവത്തിനുള്ള സമയത്തെ മോഷ്ടിക്കരുതേ ദൈവമക്കളെ. അങ്ങനെ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുടുംബ പ്രാർത്ഥന നടത്തുവാൻ സമയം കിട്ടും. നമുക്ക് കുറച്ചധികം സമയം വേദപുസ്തകം വായിക്കുവാൻ സമയം കിട്ടും. ആരാധനകളിൽ പങ്കെടുക്കുവാൻ സമയം കിട്ടും. ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ സമയം കിട്ടും. ഭാരതത്തിലെ മിസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സമയം കിട്ടും. ലോകത്ത് നിന്ന് ജീവിക്കുന്ന 800 കോടി ജനത്തിനു വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിപ്പാൻ സമയം കിട്ടും. ധാരാളം സമയം കിട്ടും. എന്തിനാ സമയമില്ലാത്തത്? ദൈവീക കാര്യങ്ങൾക്ക് മാത്രം മനുഷ്യന് സമയമില്ല. പല ആളുകളോട് സംസാരിക്കുമ്പോൾ ചില ആളുകളെങ്കിലും പറയാറുണ്ട്, തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ജോലിക്ക് പോകണം, ഞായറാഴ്ച ഒരു ദിവസമല്ലേ അവധിയുള്ളൂ. എങ്ങനെയാ അങ്ങനെ ആയിത്തീർന്നത്? എങ്ങനെയാ ജോലി ലഭിച്ചത്? എങ്ങനെയാ ഞായറാഴ്ച മാത്രം അവധിയായത്? ആഴ്ചയിൽ 7 ദിവസവും അവധിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഒരു ജോലിയുമില്ലാതെ അലഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അന്ന് നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ഏതെല്ലാം പ്രാർത്ഥനാലയങ്ങളിൽ പോകാൻ പറ്റുമോ, ഇന്ത്യയിലെ ഏതെല്ലാം പുണ്യസ്ഥലങ്ങളിൽ പോയി നേർച്ചകൾ അർപ്പിക്കുവാൻ കഴിയുമോ, അതെല്ലാം ചെയ്തില്ലേ? ദൈവം ദാനമായി നൽകിയ ജീവിതം, ദാനമായി നൽകിയ ജോലി, ദാനമായി നൽകിയ ശുശ്രൂഷ മേഖലകൾ അല്ലെ, ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ദൈവത്തോട് സംസാരിക്കാനുള്ള സമയം കട്ട് ചെയ്യരുതേ. ദൈവത്തോട് സംസാരിക്കുന്ന സമയം മാറ്റിവെക്കണം. അതെ, അത് ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവശബ്ദം കേൾക്കുവാൻ സമയം കണ്ടെത്തണം. മദർ തെരേസ എന്ന ഭക്തയായ ആ സന്യാസി വരിയെ കുറിച്ച് പറയുന്നത്, അവർ അനേകം മണിക്കൂറുകൾ
ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഇന്ത്യ ഗവൺമെന്റ് ഭാരതരത്നം നൽകി ആ മദർ തെരേസ എന്ന ആ മേഡത്തെ ആദരിപ്പാനായിട്ടിടയായി തീർന്നു. അവരുടെ ജീവിതം മുഴുവൻ അനാഥർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. ഒരിക്കൽ ഒരു ധനാട്യന്റെ ഭവനത്തിൽ മദർ തെരേസ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാൻ പൈസയ്ക്കായി കൈനീട്ടി. ആ ധനാട്യനായ മനുഷ്യൻ മദർ തെരേസയുടെ 2 കരങ്ങളിലും കാർമിച്ചു തുപ്പി. ആ മദർ തെരേസ എന്ന മാതാവ് ആ 2 കരങ്ങളിൽ കാർക്കിച്ചു തുപ്പിയ തുപ്പലിനെ തന്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട് തുടച്ചു മാറ്റി. എന്നിട്ട് 2 കരങ്ങൾ കൂപ്പി മദർ തെരേസ പറഞ്ഞു, എനിക്ക് നൽകേണ്ടത് അങ്ങ് നൽകി. എന്റെ അനാഥാലയത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കുള്ളത് ദയവായി നൽകിയാലും. ആ ധനാട്ടിനെ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും ആ മാതാവിന് നൽകിയില്ല. അവർ ഒന്നും പറയാതെ മടങ്ങിപ്പോന്നു. നാളുകൾ കഴിഞ്ഞു. ഈ മനുഷ്യന് പിന്നെ സ്വസ്ഥതയില്ലാതെയായി, ഈ മനുഷ്യന് പിന്നെ ഉറക്കമില്ലാതെയായി, ഈ മനുഷ്യന് പിന്നെ അസമാധാനം കൊണ്ട് നിറഞ്ഞു. ദൈവത്തോട് കളിച്ചാൽ, ദൈവിക പദ്ധതിയോട് കളിച്ചാൽ രാത്രികാലങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ വരും. അതേ, ഉറക്കുന്ന ദൈവമാണ്. ചില നാളുകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം ഈ കോടീശ്വരനായ മനുഷ്യൻ മദർ തെരേസയെ കാണുവാനായിട്ട് അവരുടെ ഓഫീസിൽ വന്നു. അവരോട് പറഞ്ഞു, ഞാനേ ചില ആഴ്ചകൾക്ക് മുമ്പ് മദർ തെരേസയോട് അപമര്യാദയായി പെരുമാറി. നിങ്ങൾ ഒന്നും പറഞ്ഞില്ല, എന്തേ പറയാത്തത്? മദർ തെരേസ പറഞ്ഞു, യേശുവിന്റെ സ്നേഹം അങ്ങനെ എന്നെ പഠിപ്പിച്ചു. എന്തിനാണ് അങ്ങ് വന്നത്? തന്റെ കരങ്ങളിൽ കാർക്കിച്ചു തുപ്പിയ മനുഷ്യനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവിടെ വിസിറ്റിംഗ് റൂമിലിരുത്തി അതിന് കഴിക്കുവാനായിട്ട് ചായ നൽകി. അർദ്ധനാട്ടിലെ മനുഷ്യൻ മദർ തെരേസയ്ക്ക് മുമ്പിൽ മണിക്കൂറുകൾ കുനിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത് മദർ തെരേസ ഏൽപ്പിച്ചു. ഈ അനാഥാലയത്തിലുള്ള 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് എത്ര ലക്ഷം ഡോളറാണോ ആവശ്യമുള്ളത് അത്രയും എഴുതി നിങ്ങൾ ഈ അനാഥാലയം നടത്തിക്കൊള്ളൂ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറുണ്ടോ ദൈവമക്കളെ? ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ സമയമുണ്ടോ? ഉയർത്തുന്ന, വളർത്തുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ഒരു ദൈവിക സാന്നിധ്യം ഈ ആധുനിക തലമുറയിലും പ്രവർത്തിക്കുന്നു. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. സകലത്തിനും മീതെ തലവനായ ദൈവം ലോകത്തുള്ള സകല ചക്രവർത്തിമാരുടെയും സകല രാജാക്കന്മാരുടെയും സകല പ്രധാനമന്ത്രിമാരുടെയും മുകളിലാണ് ദൈവത്തിന്റെ സ്ഥാനം. ആരാണ് നാം ആരാധിക്കുന്ന ദൈവം? ആരാണ് നാം സ്നേഹിക്കുന്ന ദൈവം? ആരാണ് നാം വിശ്വസിക്കുന്ന ദൈവം? നന്നായി മനസ്സിലാക്കണമേ. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾക്ക് ദൈവമാരെന്നറിയത്തില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യരോട് ഇടപെടും പോലെ തമ്പുരാനോട് ഇടപെടുന്ന ഒരു കാലഘട്ടമാണ്. തമ്പുരാനെ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു തലമുറ. എന്നാൽ ഇവിടെ ഈ ദിനവൃത്താന്തം 1:29 11-ാം വാക്യത്തിൽ നന്നായിട്ട് വേദപുസ്തകം വ്യാഖ്യാനിച്ചിരിക്കുന്നു. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളതാണ്. എല്ലാ മഹത്വവും, എല്ലാ ബഹുമാനവും, എല്ലാ സ്തുതിയും അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് മനുഷ്യൻ ഏറ്റെടുക്കുവാൻ പാടില്ല. അത് മനുഷ്യൻ ഏറ്റെടുക്കുവാൻ ഉള്ളതല്ല ദൈവമക്കളെ. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമേ നൽകാവൂ. ദൈവിക ശുശ്രൂഷയുടെ, ദൈവിക പ്രവർത്തനങ്ങളുടെ മഹത്വം അത് തമ്പുരാന് മാത്രമുള്ളതാണ്. അത് സ്വയം ഏറ്റെടുക്കരുതേ, അത് ദൈവത്തെ അപമാനിക്കലാണ്. അതുകൊണ്ട് സകലത്തിനും മീതെ തലവനായിരിക്കുന്ന ഈ ദൈവത്തിന്റെ മുമ്പിൽ നാം വിനയമുള്ളവരായിരിക്കണം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന് മറന്നു പോകരുതേ. അതേ, വെളിപാട് പുസ്തകം നാം പഠിക്കുമ്പോൾ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, അന്ത്യന്യായ വിധി കുറ്റം പഠിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ കിരീടങ്ങൾ യേശുവിന്റെ മുമ്പിൽ അർപ്പിക്കും എന്നാണ്. യേശുവിന്റെ മുമ്പിൽ കിരീടവും വെച്ചുകൊണ്ട് ചെങ്കോലും അണിഞ്ഞുകൊണ്ട് രാജസിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട് ഒരു രാജാവിന് കഴിയില്ല. കാരണം യേശു രാജാക്കന്മാരുടെ രാജാവാണ്. അത് സകലത്തിനും മീതെ
തലവനായിരിക്കുന്ന ഈ ദൈവത്തെ നാം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ദൈവത്തിന് നൽകേണ്ട ആദരവ് നാം നൽകേണ്ടിയിരിക്കുന്നു. ഈ ദൈവത്തെ നാം ബഹുമാനിക്കുകയും ദൈവീയ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, യേശുവിൻ്റെ നാമത്തിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം ചെയ്തു തരും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി. പിതാവായ ദൈവം പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ദൈവം ചെയ്തു തരും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നിശ്ചയമായി മറുപടി നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങൾക്ക് മറുപടി നൽകിയ ദൈവം ഇനിയും മറുപടി നൽകുവാൻ ശക്തനാണ്, സർവശക്തനാണ്. ഒരുപക്ഷെ ചില വിഷയങ്ങൾക്ക് ചില വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുവെങ്കിലും മറുപടി ലഭിക്കുന്നില്ല എന്ന് ഭാരപ്പെടേണ്ട. നിശ്ചയമായും പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും നമ്മെ നടത്തിയ ദൈവം, കഴിഞ്ഞ കാലം നാം പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങൾക്ക് മറുപടി നൽകി നമ്മെ സഹായിച്ച ദൈവം, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് വീണ്ടും അപേക്ഷിക്കാം. അതേ ദൈവമക്കളെ, വിശ്വാസത്തിൽ ഒട്ടും തന്നെ പിന്നോക്കം പോകാതെ ഓരോ പടി മുന്നേറുവാൻ, അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ ഇനിയും പകരാൻ അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.